എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ വീണ്ടും നമ്മുടെ ഓട്ടോപ്പിൽ തന്നെയാണുള്ളത്. അപ്പോൾ നമ്മൾ ഇന്ന് വീണ്ടും വീഡിയോ ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ഫിയറ്റിന്റെ 1955 മോഡൽ padminiയാണ്. ഫിയറ്റ് mellicento, അങ്ങനെയാണ് ഈ ഒരു വാഹനത്തിന്റെ യഥാർത്ഥ നാമം എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു വാഹനത്തിന്റെ സ്റ്റിയറിംഗും കാര്യങ്ങളും എല്ലാം വന്നിരിക്കുന്നത് ലെഫ്റ്റ് സൈഡിലാണ്. ഈ ഒരു വാഹനം കംപ്ലീറ്റ്ലി ഒരു ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് ആണ് ഈ ഒരു വാഹനം വന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു വാഹനത്തിന്റെ ലുക്കും കാര്യങ്ങളൊക്കെ. പിന്നീട് നമ്മൾ ഈ ഒരു വാഹനത്തിന്റെ ഫ്രണ്ട് വശത്തേക്ക് നോക്കി കഴിയുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം നമ്മുടെ അംബാസഡറിനോടൊക്കെ സാദൃശ്യം വരുന്ന തരത്തിലുള്ളൊരു ഹെഡ്ലൈറ്റ് തന്നെയാണ് വന്നിരിക്കുന്നത്. അംബാസഡറിനോട് സാദൃശ്യം ഹെഡ്ലൈറ്റ് മാത്രമല്ല, മൊത്തത്തിന് ആ ഒരു ടച്ച് ഉണ്ട്, ആ ഒരു പത്മിനി ടച്ച് തന്നെയാണ് സംഭവം വന്നിരിക്കുന്നത്. അംബാസഡറിന്റെ പോലെ തന്നെ നമുക്ക് ആ ഒരു സിൽവർ ബോർഡറിങ് നമ്മുടെ ഹെഡ്ലൈറ്റ് ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ താഴെയായിട്ട് ചെറിയൊരു ഇൻഡിക്കേറ്റർ ലൈറ്റ് ലഭിച്ചിട്ടുണ്ട്. താഴെയായിട്ട് വേറൊരു ലൈറ്റും നമുക്ക് ഈ ഒരു വാഹനത്തിൽ ലഭിച്ചിട്ടുണ്ട്. പിന്നീട് ഈ ഒരു മിററും കാര്യങ്ങളെല്ലാം കസ്റ്റമൈസ് ചെയ്ത് സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ടിലായിട്ട് തന്നെ വലിയൊരു ഗ്രില്ലും കൂടെ നമുക്ക് ഈ ഒരു വാഹനത്തിൽ ലഭിച്ചിട്ടുണ്ട്. ആ ഒരു ഗ്രില്ലിൽ തന്നെ ഫിയാറ്റിൻ്റെ ഒരു സിമ്പലും അതേപോലെ തന്നെ അതിനൊരു ക്രോം ഫിനിഷും ലഭിച്ചിട്ടുണ്ട്. നമ്മുടെ പഴയ കാലത്ത് ഒരു ഹണികോം ഗ്രില്ല് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ഗ്രില്ലിനെ നമുക്ക് വിശേഷിപ്പിക്കാം. പിന്നീട് നമ്മുടെ ഫ്രണ്ട് ബമ്പറിൻ്റെ തരത്തെ സൈഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിലും കണ്ടില്ലേ, കംപ്ലീറ്റ് മെറ്റലാണ് ഈ ഒരു വാഹനത്തിൻ്റെ സൈഡും കാര്യങ്ങളും ബമ്പറും എല്ലാം തന്നെ സെറ്റ് ചെയ്ത് വന്നിരിക്കുന്നത്. പിന്നീട് നമ്മുടെ ഹോണും കാര്യങ്ങളെല്ലാം നമ്മൾ എക്സ്ട്രാ സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. പിന്നീട് നമ്മൾ ബോണറ്റിൻ്റെ ഭാഗത്തേക്ക് നോക്കി കഴിയുമ്പോഴാണെങ്കിൽ തന്നെ കറക്റ്റ് കണ്ടില്ലേ, ആ ഒരു വേവ് ഷേപ്പിംഗ്, ഒരു കർവിങ്ങും കൂടെ നമ്മുടെ ഒരു വാഹനത്തിൽ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ സെൻറ്ററിൽ തന്നെ നമുക്കൊരു ബോണറ്റിലൊരു ബോഡി ലൈനിങ്ങും കൂടെ വരുന്നുണ്ട്. പിന്നീട് നമ്മൾ സൈഡ് വശത്തേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് വീലാർച്ചിൻ്റെ ഭാഗത്താണെങ്കിലും വലിയൊരു വീലാർച്ച് തന്നെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു വീതിയിലുള്ളൊരു വീലാർച്ച് തന്നെ ഒരു വാഹനത്തിന് വന്നിട്ടുണ്ട്. പിന്നെ ഫ്രണ്ട് നമ്മൾ സാധാ വാഹനങ്ങളെ വെച്ച് നോക്കി കഴിയുമ്പോൾ ആ ഒരു കർവിങ്ങിലല്ല വന്നിരിക്കുന്നത്, കറക്റ്റ് ആ ഒരു സ്ക്വയർ ഷേപ്പ് പോലെ തന്നെയാണ് നമ്മുടെ ഒരു സൈഡ് എഡ്ജസും കാര്യങ്ങളെല്ലാം വന്നിരിക്കുന്നത്. അതിൻ്റെ ഒരു കർവിങ് കൊടുത്ത് പക്ഷേ ആ ഒരു സ്റ്റഡി ഫിഗർ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഒരു ഫ്രണ്ടും ഈ ഒരു വാഹനത്തിൻ്റെ ഡിസൈനിങ് ഫുള്ള് വന്നിരിക്കുന്നത്. പിന്നീട് വീലാർച്ചിൻ്റെ ഭാഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ഇൻഡിക്കേറ്റേഴ്സ് ലഭിക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ ബോഡി ലൈനിങ്ങിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഫ്രണ്ട് ഹെഡ്ലൈറ്റ് മുതൽ ബാക്കിലേക്ക് വരൊരു ക്രോം പ്ലേറ്റിങ്ങിലൊരു ബോഡി ലൈനിങ് വന്നിട്ടുണ്ട്. വേറെ ഒരു ബോഡി ലൈനിങ്ങും കാര്യങ്ങളൊന്നും നമ്മുടെ ഈ ഒരു വാഹനത്തിൻ്റെ ഇതിൽ വന്നിട്ടില്ല. പക്ഷേ ഇവിടെയായിട്ട് നമുക്കൊരു സ്ട്രെയിറ്റ് ലൈനിങ്ങും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. കണ്ടില്ലേ, ഇവിടെയാണെങ്കിലും ആ ഒരു വേവ് ഷേപ്പിൽ തന്നെയാണ് നമ്മുടെ ഈ ഒരു ഡിസൈനിങ്ങും കാര്യങ്ങളെല്ലാം തന്നെ വന്നിരിക്കുന്നത്. അതേപോലെ നമ്മുടെ ഒരു വീലാർച്ചിൻ്റെ ആ ഒരു ആർച്ച്, ആ ഒരു സെയിം രീതി കുറച്ച് കുറഞ്ഞിട്ട് നമ്മുടെ ഫ്രണ്ട് മുതൽ നമ്മുടെ ബാക്ക് വീലാർച്ച് കംപ്ലീറ്റ് ആവുന്ന വരെ ആ ഒരു ഷേപ്പിങ് പോകുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു വിൻഡോ സൈഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ കണ്ടില്ലേ, വലിയൊരു വിൻഡോ സ്പേസ് തന്നെ നമുക്ക് ഈ ഒരു വാഹനത്തിൽ ലഭിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ബോഡിയിൽ തന്നെ ഇൻബിൽഡ് ആയിട്ടൊരു റെയിൻ ഗാർഡും കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലെ ബോഡിയിൽ നിന്ന് വരുന്ന വെള്ളം നേരെ ഡോറിലേക്ക് ഇറങ്ങാതെ ഈ ഒരു സൈഡിൽ കൂടെ വന്ന് നേരെ ഈ ഫ്രണ്ടിലേക്ക് ഇറങ്ങി പോകാനായിട്ടും അതേപോലെ തന്നെ ബാക്കിലേക്ക് ഇറങ്ങി പോകാനായിട്ടുള്ളൊരു റെയിൻ ഗാർഡ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ ലഭിച്ചിട്ടുണ്ട്. പിന്നീട് നമ്മൾ ഈ ഒരു വാഹനത്തിന്റെ സൈഡ് വശത്തേക്ക് നമ്മൾ നോക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ ഡോറ് കണ്ടില്ലേ, വലിയ കർവിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. കറക്റ്റ് ആ ഒരു വലിയൊരു പീസിൽ തന്നെ ആ ഒരു ഫ്രണ്ട് ഡോറ് വന്നിട്ടുണ്ട്. കറക്റ്റ് ആ ഒരു അംബാസഡറിൻ്റെ ഒക്കെ മോഡൽ ആ ഒരു കറക്റ്റ് ഷേപ്പിൽ തന്നെ നമുക്ക് ആ ഒരു ഫ്രണ്ട് ഡോർ വന്നിട്ടുണ്ട്. ബാക്ക് ഡോറിൻ്റെ ഭാഗത്തേക്ക് വന്നു കഴിയുമ്പോഴത്തേനും കുറച്ചുകൂടെ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് ആ ഒരു കർവിങ് കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. പിന്നീട് നമ്മൾ ബാക്ക് വശത്തേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് ആ ഒരു പഴയ ബീറ്റിലിനെയൊക്കെ രൂപപ്പെടുത്തുന്ന പോലെ നമ്മളൊക്കെ ഒരു ഹെർബി എന്ന് പറയുന്നൊരു വീഡിയോസും കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്. ആ ഒരു മൂവി നമ്മൾ കണ്ടിട്ടുണ്ടാവും. ആ ഒരു ഷേപ്പ് പോലെ തന്നെയാണ് ബാക്ക് സൈഡ് വന്നിരിക്കുന്നത്. ബാക്ക് സൈഡിലേക്ക് നമുക്ക് നോക്കി കഴിയുമ്പോൾ നമുക്ക് ആ ഒരു ആർച്ച് ഷേപ്പ് തന്നെ കറക്റ്റ് നമുക്ക് വന്നിട്ടുണ്ട്. അത് ഈ ഒരു വാഹനത്തിൻ്റെ ലുക്കിനെ നല്ലൊരു രീതിയിൽ തന്നെ സ്വാധീനിക്കുന്നുണ്ട്. ഇന്നും ഈ ഒരു വാഹനം റോഡിലേക്ക് ഇറങ്ങി കഴിഞ്ഞ് ഈ ഒരു വാഹനത്തിൻ്റെ റോഡ് പ്രസൻസിൻ്റെ കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള പേടിയും നമുക്ക് ആർക്കും തന്നെ വേണ്ട. സാധനം കലക്കും. പിന്നെ ബാക്ക് സൈഡിലേക്ക് നമ്മൾ നോക്കിക്കഴിയുമ്പോൾ നമുക്ക് നല്ല രീതിയിലുള്ളൊരു ടെയിൽ ലാമ്പ് അസംബ്ലി വന്നിട്ടുണ്ട്. അതിൻ്റെ സൈഡിൽ തന്നെ ഇൻഡിക്കേറ്റേഴ്സും വന്നിട്ടുണ്ട്. ബാക്കിൽ 2 വാർണിംഗ് ലൈറ്റ്സ് വന്നിട്ടുണ്ട്. പിന്നീട് ബാക്ക് സൈഡിലുള്ള ബമ്പറും കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ ഫുള്ളി മെറ്റൽ തന്നെയാണ് വന്നിരിക്കുന്നത്. ഈ ഒരു വാഹനത്തിൻ്റെ ബോഡി കംപ്ലീറ്റ്ലി മെറ്റൽ തന്നെയാണ് വന്നിരിക്കുന്നത്. ഫൈബർ പാർട്സ് ഒന്നും അധികമില്ല. പിന്നീട് ഈ മേളിൽ കാണുന്ന ഷാർക്ക് പിൻ ആൻറ്റിനയും കാര്യങ്ങളൊക്കെ ഇത് എക്സ്ട്രാ കസ്റ്റമായിട്ട് ചെയ്തിട്ടുള്ള വർക്കാണ്. കാരണം അതൊക്കെ ഈ ഒരു ടൈമിലാണ് ഇറങ്ങിയിട്ടുള്ളത്. പിന്നീട് ബാക്ക് സൈഡ് കാണുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു ബൂട്ട് ഓപ്പൺ ചെയ്യേണ്ട ലിഡും കാര്യങ്ങളെല്ലാം വന്നിരിക്കുന്നത് ആ ഒരു പ്ലെയിൻ്റെ ചിറക് പോലെയാണ് വന്നിരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ അതിപ്പോഴും കീയിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. പിന്നീടുള്ള ഭാഗത്തേക്ക് നമ്മൾ നോക്കിക്കഴിയുമ്പോൾ നമുക്ക് ആ ഒരു ക്രോം പ്ലേറ്റിങ്ങിൽ തന്നെ വന്നിട്ടുണ്ട്. പിന്നെ അതിൽ കീ വെച്ചാണ് നമുക്ക് ലോക്ക് ചെയ്യേണ്ടത്. ഈ ഒരു സ്വിച്ച് നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഒരു വാഹനം ഓപ്പൺ ആവുന്നതായിരിക്കും. കണ്ടില്ലേ, ഇതാണ് നമ്മുടെ ഈ ഒരു വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ വരുന്നത്. വാഹനത്തിൻ്റെ ഡോറിനെ കുറിച്ച് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു കസ്റ്റം പെയിൻറ്റിങ്ങിൽ തന്നെ നമ്മുടെ ആ ഒരു പീസും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. പിന്നെ അതിനും സിൽവർ ബോർഡറിങ്ങും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്.
പിന്നീട് നമ്മൾ ഈ ഒരു പോർഷനിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു സ്പോഞ്ചി ടൈപ്പ് ഒരു പീസ് നമുക്ക് വന്നിട്ടുണ്ട്. അതെല്ലാം സ്ക്രൂ ചെയ്ത് ഫിറ്റ് ചെയ്തിരിക്കുകയാണ്. പിന്നെ അതേപോലെ തന്നെ ഡോർ ഉള്ളിലെ ഹാൻഡിൽ എന്ന് പറയുന്നത് കണ്ടില്ലേ, ഈ ഒരു ടൈപ്പിലാണ് വന്നിരിക്കുന്നത്. പിന്നീട് നമ്മുടെ ആ ഒരു കറക്കുന്ന മോഡൽ വിൻഡോസും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് വന്നിരിക്കുന്നത്. അതെല്ലാം ഒരു ക്രോം പ്ലേറ്റിംഗിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ഒരു വാഹനത്തിന്റെ ഇന്റീരിയർ എന്ന് പറയുന്നത്. കണ്ടില്ലേ, നല്ല വലിയൊരു സ്റ്റിയറിംഗ് തന്നെയാണ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ വന്നിരിക്കുന്നത്. സ്റ്റിയറിംഗിൽ അധികം വർക്ക്സോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മുടെ നോർമൽ ആ ഒരു ജീപ്പിന്റെ ഒക്കെ മോഡൽ സ്റ്റിയറിംഗ് ഉണ്ടായിരുന്നില്ലേ, ഇതൊക്കെയായിരുന്നു ആദ്യ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന സ്റ്റിയറിംഗ് എന്ന് പറയുന്നത്. നമ്മുടെ ഒരു മേജർ ജീപ്പൊക്കെ ഇറങ്ങിയ സമയത്തും ഈ ഒരു മോഡൽ തന്നെയായിരുന്നു സ്റ്റിയറിംഗ് വന്നിരിക്കുന്നത്. ഈ ഒരു സിമ്പിൾ മാത്രം മാറി മഹീന്ദ്ര ആയിട്ടുണ്ടെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതിപ്പോൾ നമുക്കിവിടെ ഫിയാറ്റിന്റെ നല്ലൊരു ലോഗോ തന്നെ വന്നിട്ടുണ്ട്. നമ്മൾ അന്നത്തെ കാലത്ത് തന്നെ കണ്ടില്ലേ, നല്ലൊരു ആ ഒരു ബ്ലാക്കിൽ സിൽവർ ഗോൾഡും അതേപോലെ തന്നെ റെഡും ആ ഒരു ഫിനിഷിങ്ങിൽ തന്നെ നമ്മുടെ ഹോണിന്റെ സെറ്റപ്പും ആ ഒരു ലോഗോയും സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കമ്പനി ശ്രദ്ധിച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു സംഭവമാണ് നമ്മുടെ ഈ ഒരു വാഹനത്തിന്റെ ഗിയർ എന്ന് പറയുന്നത്. നമ്മുടെ നോർമൽ താഴെയുള്ള ഗിയർ അല്ല, ഹാൻഡ് ഗിയർ ആണ് ഈ ഒരു വാഹനത്തിൽ വന്നിരിക്കുന്നത്. ഡ്രൈവ്, ന്യൂട്രൽ, റിവേഴ്സ്, അങ്ങനെയാണ് ഈ ഒരു വാഹനത്തിന്റെ ഗിയർ സെറ്റപ്പ് വരുന്നത്. പിന്നെ ഇവിടെയായിട്ട് നമുക്ക് ഒരുപാട് സ്വിച്ചസും കാര്യങ്ങളെല്ലാം കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഇവിടെയാണ് പിന്നെ ലൈറ്റിന്റെയും അതേപോലെ തന്നെ വൈപ്പറിന്റെയും സെറ്റിങ്സും കാര്യങ്ങളൊക്കെ. പിന്നെ ഇവിടെ നമുക്ക് ഒരുപാട് ഓപ്ഷൻസും കാര്യങ്ങളും നമ്മുടെ ഏകദേശം നമ്മുടെ ഒരു CID മ്യൂസിക്കകത്തൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ ഒരുപാട് സംഭവങ്ങളൊക്കെ. അതുപോലത്തെ ഒരുപാട് സ്വിച്ചസും കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ ഒരു വാഹനത്തിൽ വന്നിട്ടുണ്ട്. നമ്മുടെ പഴയ മോഡൽ സ്വിച്ചസ് ആണ്, അപ്പ് ഡൗൺ ഒക്കെ ചെയ്യുന്ന തരത്തിലുള്ള സ്വിച്ചസ് ആണ് ഈ ഒരു വാഹനത്തിൽ വന്നിരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു വാഹനത്തിന്റെ കീ എന്ന് പറയുന്നത് ഇതാണ്. ഇത് ഈ ഒരു പോർഷനിലായിട്ടാണ് കീ ഇട്ട് നമ്മൾ ഈ ഒരു വാഹനം സ്റ്റാർട്ട് ചെയ്യേണ്ടത്. പിന്നീട് നമ്മൾ ഈ ഒരു വാഹനത്തിന്റെ ഈ ഒരു ഭാഗത്തേക്ക് നോക്കിക്കഴിയുമ്പോൾ നമുക്ക് ടെമ്പറേച്ചർ കാണാനുള്ള ഒരു മീറ്റർ, അതേപോലെ തന്നെ ഓയിലിന്റെ ഇത് കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു മീറ്റർ, പിന്നെ ബാറ്ററിയുടെ ആംബിയർ കാണാനുള്ള ഒരു മീറ്ററും കാര്യങ്ങളെല്ലാം നമ്മുടെ ഈ ഒരു വാഹനത്തിൽ അന്ന് തന്നെ സെറ്റ് ചെയ്ത് വന്നിരുന്നു. പിന്നെ അതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലായിട്ട് നമുക്കൊരു ഗ്ലോ ബോക്സും കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നീട് ഈ ഒരു പോർഷനിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ബ്ലാക്ക് ഫിനിഷിലാണ് ഇത് വന്നിരിക്കുന്നത് മൊത്തം. ഇതൊരു മാറ്റ് ഫിനിഷിലും അതേപോലെ തന്നെ മുകളിലൊരു കുറച്ച് സ്പോഞ്ച് ടൈപ്പ്, കുറച്ചൊരു ഫ്ലഫി ടൈപ്പിൽ തന്നെ നമുക്ക് ഈ ഒരു വാഹനത്തിന്റെ ഇവിടെയായിട്ട് ഒരുപാട് വലിയ സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളെല്ലാം ഈ ഒരു ഭാഗത്ത് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അവിടെ ഇതിന്റെ ഓണർ നമുക്ക് സ്പീക്കറും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇവിടെയായിട്ട് നമ്മുടെ ഒരു മിറർ ചേഞ്ച് ചെയ്തിട്ട് റിവേഴ്സ് ക്യാമും കാര്യങ്ങളെല്ലാം തന്നെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഒരു ചെറിയ ക്ലോക്കും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു വാഹനത്തിന്റെ സ്പീഡോമീറ്ററിലേക്ക് നമ്മൾ നോക്കിക്കഴിയുമ്പോൾ നമുക്ക് 10 to 140 ആണ് ഈ ഒരു വാഹനത്തിന്റെ സ്പീഡ് കാണിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇൻഡിക്കേറ്റേഴ്സിന്റെ വാർണിംഗ് ഉണ്ട് രണ്ട് സൈഡിലും. പിന്നെ അതേപോലെ തന്നെ ടെമ്പറേച്ചറിന്റെ ഒരു മെഷറിംഗ് മീറ്റർ നമുക്ക് ഈ ഒരു സൈഡിൽ വന്നിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഫ്യൂവലിന്റെ ഒരു ഫ്യൂവൽ ഗേജും നമുക്ക് ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു കിലോമീറ്ററിന്റെ ഗേജും വന്നിട്ടുണ്ട്. പിന്നെ ഓയിൽ വാർണിംഗ്, അതേപോലെ തന്നെ ഇഗ്നിഷൻ ആ ഒരു വാർണിംഗും കാര്യങ്ങളൊക്കെ വരാൻ വേണ്ടിയിട്ട് നമുക്ക് അവിടെ ആ വാർണിംഗ് ലൈറ്റും കാര്യങ്ങളെല്ലാം തന്നെ വന്നിട്ടുണ്ട്. പിന്നെ ഈ ഒരു വാഹനത്തിന്റെ ആക്സിലേറ്റർ എന്ന് പറയുന്നത്, അതേപോലെ തന്നെ ബ്രേക്ക്, ക്ലച്ച്, ഈ ഒരു 3 സംഭവമാണ്. നമ്മുടെ റൈറ്റ് സൈഡിലുള്ള പോലെ തന്നെ ഈ ഒരു സംഭവം ലെഫ്റ്റ് സൈഡിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഈ ഒരു വാഹനത്തിൽ. പിന്നെ അതേപോലെ തന്നെ ഇവിടെയായിട്ട് നമുക്കൊരു ബോട്ടിൽ ഹോൾഡർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പുറത്തെ സൈഡിൽ നമുക്ക് ബോട്ടിൽ ഹോൾഡർ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ ഒരു സ്പേസിനെ കുറിച്ച് നമ്മൾ നോക്കാം, ലെഗ് സ്പേസിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ കണ്ടില്ലേ, നല്ല രീതിയിലുള്ളൊരു ലെഗ് സ്പേസും കാര്യങ്ങളെല്ലാം ഈ ഒരു വാഹനത്തിൽ ലഭിച്ചിട്ടുണ്ട്. നമുക്ക് സുഖമായിട്ട് ഈ ഒരു വാഹനം അനായാസമായിട്ട് നമുക്ക് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കും. ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഔട്ട്, അതായത് പുറത്തേക്കുള്ള വ്യൂ എന്ന് പറയുന്നത് ഇതാണ്. റൂഫിലേക്ക് നോക്കിക്കഴിയുമ്പോൾ കണ്ടില്ലേ, നല്ല സ്പോഞ്ച് ടൈപ്പിലാണ് ഈ ഒരു വാഹനത്തിന്റെ റൂഫ് വന്നിരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഒരു കട്ടിങ്ങും നല്ലൊരു ഫ്ലവർ ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വാഹനത്തിന്റെ റൂഫ് വന്നിരിക്കുന്നത്. അപ്പോൾ ഫ്രണ്ടിലും ബാക്കിലും സെയിമിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. പിന്നെ ഇവിടെയായിട്ട് നമുക്കൊരു സ്പൈനിയറിന്റെ സ്പീക്കർ ലഭിച്ചിട്ടുണ്ട്. പിന്നെ സീറ്റ്സിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ നമുക്ക് വലിയൊരു സീറ്റ് തന്നെയാണ് വരുന്നത്. നമ്മുടെ പഴയ മോഡലൊരു സോഫ സെറ്റിലൊക്കെ ഇരിക്കുന്നൊരു സെയിം പ്രതീതിയാണ് നമുക്ക് ഈ ഒരു സീറ്റിൽ വരുന്നത്. അങ്ങനെ നമ്മുടെ ഈ ഒരു വാഹനത്തിന്റെ സീറ്റിന്റെ ഭാഗത്തേക്ക് നമ്മൾ നോക്കി കഴിയുമ്പോൾ നമുക്ക് പഴയ ഒരു സോഫ സെറ്റിൽ ഇരിക്കുന്ന അതേ പ്രതീതിയാണ് നമുക്ക് ഈ ഒരു സീറ്റിന്റെ കാര്യത്തിൽ നമുക്ക് ഫീൽ ചെയ്യുന്നത്. അതേപോലെ തന്നെ നമുക്ക് നല്ലൊരു തൈ സപ്പോർട്ടും കാര്യങ്ങളും, അതേപോലെ നമ്മുടെ ഈ ഒരു ഭാഗത്തായിട്ട് നല്ലൊരു സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്ന രീതിയിലാണ് നമ്മുടെ സീറ്റ് വന്നിരിക്കുന്നത്. ഈ ഒരു സീറ്റ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ നല്ല വലിയൊരു സീറ്റ് തന്നെയാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് അത്യാവശ്യം നല്ല സൈസുള്ള ഒരാൾക്കും സുഖമായിട്ടിരുന്ന് ഈ ഒരു വാഹനം ഓടിക്കാൻ പറ്റുന്നു എന്നുള്ളത് നമുക്ക് ഇവിടുന്ന് തന്നെ മനസ്സിലാവുന്നുണ്ട്. ബാക്ക് സൈഡിലെ സീറ്റിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു ഫ്രണ്ടിലെ സീറ്റിനെക്കാട്ടിയും കംഫർട്ട് നമ്മുടെ ബാക്കിലെ സീറ്റിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. കാരണം നമ്മുടെ വലിയൊരു സോഫ സെറ്റ് തന്നെയാണ് ഈ ഒരു സീറ്റ് എന്ന് പറയുന്നത്. നല്ല രീതിയിലൊരു കണ്ടില്ലേ, നല്ലൊരു ഫ്ലഫി ടൈപ്പ്, നല്ലൊരു സ്പോഞ്ചി ടൈപ്പ്, നല്ലൊരു സ്പ്രിങ് വരുന്ന ടൈപ്പിലാണ് ഈ ഒരു സീറ്റ് കമ്പനി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു ചാരി ഇരിക്കുന്ന ആ ഒരു സെറ്റപ്പും നമുക്ക് നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ലെഗ് സ്പേസിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ
ഫ്രണ്ടിലേക്കുള്ള സീറ്റ് ബാക്കോട്ടേക്ക് ഇട്ടിരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു ലെഗ് സ്പേസ് കുറവായിട്ട് തോന്നുന്നത്. പക്ഷേ അത്യാവശ്യം നല്ലൊരു ലെഗ് സ്പേസ് തന്നെ ഈ ഒരു വാഹനത്തിൽ ലഭിക്കുന്നുണ്ട്. തൈ സപ്പോർട്ടാണുള്ള കാലൊക്കെ കുറച്ച് പൊന്തിയ രീതിയിൽ തന്നെ നമുക്ക് നല്ല വിശാലമായിട്ട് ഈ ഒരു വാഹനത്തിൽ ഇരിക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഫ്രണ്ടിൽ രണ്ടാക്കെന്നല്ല, അത് നടുക്ക് ഒരാൾക്ക് കൊണ്ട് ഇരിക്കാം. ഫ്രണ്ടിൽ 3 ബാക്കിൽ 3 ടോട്ടൽ ഒരു 6 ആൾക്ക് എൻ്റെ അഭിപ്രായത്തിൽ ഈ ഒരു വാഹനത്തിൽ സുഖസുന്ദരമായിട്ട് പോവാം. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ബാക്കിലായിട്ട് സ്പീക്കേഴ്സും കാര്യങ്ങളെല്ലാം തന്നെ ലഭിച്ചിട്ടുണ്ട്. ഇന്റീരിയർ ഞാൻ നേരത്തെ പറഞ്ഞ തന്നെ ഇവിടുത്തെ ആ ഒരു സ്പോഞ്ച് കുഷീനും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു വാഹനത്തിന്റെ ഇന്റീരിയർ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിന്റെ എഞ്ചിൻ സ്പെക്കും കാര്യങ്ങളൊക്കെ നോക്കാം. ഈ ഒരു വാഹനത്തിന്റെ ബൂട്ട് തുറക്കേണ്ട എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ലിവർ ഈ റൈറ്റ് സൈഡിലേക്ക് ആക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബൂട്ട് തുറക്കാം. അതേപോലെ തന്നെ ഇത് കണ്ടില്ലേ, നല്ല വലിയൊരു ബൂട്ട് സ്പേസ് തന്നെ ഈ ഒരു വാഹനത്തിൽ ലഭിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ സ്റ്റെപ്പിനി വീലും കാര്യങ്ങളെല്ലാം ഇതിൻ്റെ ഉള്ളിലാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ആയിട്ടൊരു സ്പോഞ്ച് ടൈപ്പ് ഒരു പാഡും കൂടെ വന്നിട്ടുണ്ട് ഈ ഒരു വാഹനത്തിൽ. പിന്നെ അതേപോലെ തന്നെ കുറേ വയറിങ്ങും കാര്യങ്ങളെല്ലാം തന്നെ ഈ ഒരു വാഹനത്തിൽ വന്നിട്ടുണ്ട്. പിന്നെ ഈ ഒരു വാഹനത്തിന്റെ നമ്പർ പ്ലേറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഫ്രണ്ട് ബാക്കിലെ മഡ്ഗാർഡിൽ തന്നെയാണ് നമ്പർ പ്ലേറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഫ്രണ്ടിലും അതേപോലെ തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ബാക്കിൽ കണ്ടില്ലേ വലിയൊരു എക്സോസ്റ്റ് പൈപ്പ് തന്നെ ഈ ഒരു വാഹനത്തിൽ ലഭിച്ചിട്ടുണ്ട്. പുറത്തേക്ക് തള്ളി വയ്ക്കുന്ന തരത്തിൽ നല്ല നീളത്തിലുള്ളൊരു എക്സോസ്റ്റ് പൈപ്പാണ് ഈ വാഹനത്തിൽ വന്നിരിക്കുന്നത്. ഒരു വാഹനത്തിൽ എല്ലാത്തിൻ്റെയും ബോർഡറിംഗ് ആയിട്ട് സിൽവർ പ്ലേറ്റിംഗ് തന്നെയാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ടെയിൽ ലാമ്പ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിലെ വാണിംഗ് ലൈറ്റ് ആണെങ്കിലും അതേപോലെ തന്നെ നമ്മുടെ വിൻഡോൻ്റെ ബോർഡറിംഗ് ആണെന്നുണ്ടെങ്കിലും ഡോർ ഹാൻഡിലാണെന്നുണ്ടെങ്കിലും ഈവൻ നമ്മുടെ വീലിൽ തന്നെ കണ്ടില്ലേ സെൻട്രൽ പോർഷനിലായിട്ട് നമുക്കൊരു സിൽവർ പ്ലേറ്റിംഗ് കാര്യങ്ങളെല്ലാം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ ഒരു വാഹനത്തിൽ ടയർ സൈസ് എന്ന് പറയുന്നത് 165/80 ഈ ഒരു വാഹനത്തിൻ്റെ ടയർ സൈസ് വരുന്നത്. പിന്നെ മിററാണെങ്കിലും സിൽവറിലാണ് വന്നിരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ടും കാര്യങ്ങളൊക്കെ ഇതാണ് നമ്മുടെ വാഹനത്തിൻ്റെ മൊത്തത്തിലുള്ളൊരു വ്യൂ എന്ന് പറയുന്നത്. പിന്നെ കുറേ സ്റ്റിക്കറും കാര്യങ്ങളെല്ലാം നമ്മുടെ ഓണർ ചെയ്തിരിക്കുന്നതാണ്. ഈ ഒരു വാഹനത്തിന്റെ ഫ്യൂവൽ എന്ന് പറയുന്നത് പെട്രോൾ ആണ് ഈ ഒരു വാഹനത്തിന്റെ ഫ്യൂവൽ ടൈപ്പ് വരുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഒരു വാഹനത്തിന്റെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് രൂപത്തിൽ രേഖപ്പെടുത്താൻ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അതിന്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും ഒരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.